നാം നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹു വിവരിക്കുന്ന ഭാഗം നമുക്ക് തുടർന്നും വായിക്കാം. നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്, ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ ഒരു നിലക്കും മൗലിദാഘോഷം പറ്റില്ല, അഥവാ സ്വന്തം സമ്പത്തിൽ നിന്ന് ഭാര്യ മക്കളെയും ആശ്രിതരെയും സുഹൃത്തുക്കളെയും വിളിച്ച് സന്തോഷത്തോടുകൂടെ റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവരെ ഭക്ഷിപ്പിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുൽ കിറാം ഉൾപ്പെടെയുള്ള ആദ്യ നൂറ്റാണ്ടിലെ മഹാന്മാരാരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയായതുകൊണ്ട് ഈ ഉദ്ദേശത്തിൽ അന്ന് ഒരു ഭക്ഷണ പരിപാടി സംഘടിപ്പിക്കുന്നത് പോലും ദീനിലേക്ക് പുതിയതായി പലതിനെയും കടത്തിക്കൂട്ടലാണ്. അതുകൊണ്ട് അത് പോലും പാടില്ല എന്ന് ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാ വിവരിച്ചപ്പോൾ അതിനു മറുപടിയായിട്ടാണ് ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റഹിമഹുല്ലാ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മറുപടി വായിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ മൊത്തത്തിൽ തീരുമാനമാകേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ വിവിധ അവസ്ഥകൾ വിവരിച്ച കൂട്ടത്തിൽ നാം നേരത്തെ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറു വഅഹ്സൻ തഅ്വീല. നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അഥവാ ഈ വിഷയത്തിൽ അള്ളാഹു എന്ത് ആണ് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഏതൊരു അഭിപ്രായ വ്യത്യാസത്തിലും നിങ്ങൾ മടക്കണം. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും പരലോകത്തെ കൊണ്ടും വിശ്വാസമുള്ളവരാണെങ്കിൽ ദാലിക ഖൈറു വഅഹ്സനു തഅ്വീല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്ക് മാർഗദർശനമായി പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതേ ആശയം വരുന്ന വാചകങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. എല്ലാ നബിമാർക്കും അവരുടെ ഉമ്മത്തിൽ നിന്ന് ആ നബി പറയുന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന, ആ നബി കാണിച്ചു കൊടുക്കുന്ന മാർഗം മാത്രം അവലംബിച്ച് ജീവിക്കുന്ന കുറെ ഹവാരിയങ്ങൾ ഉണ്ടാകും. വഅസ്ഹാബു യഖൂദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി, ആ നബിയുടെ നിർദ്ദേശങ്ങളെ പിന്തുടരുകയും ആ നബിയുടെ മാതൃക അവലംബിക്കുകയും ചെയ്യുന്ന കുറെ അനുയായികൾ ഉണ്ടാവും. പിന്നെ സുമ്മ ഇന്ന തഖ്റുഫു മിൻ ബാദിഹിം ഖുലൂഫ്, ശേഷം കുറെ ആളുകൾ വരും. യഖൂലൂന മാലാ യഫ്അലൂന വയഫ്അലൂന മാലാ യുഅ്മറൂൻ, അവർ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുക, അവരോട് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക. എന്നിട്ട് ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനൂൻ, അത്തരം ആളുകളോട് ആരെങ്കിലും തന്റെ കൈകൾ കൊണ്ട് പോരാടിയാൽ അവൻ വിശ്വാസമുള്ളവനാണ്. ഫമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനൂൻ, അവരോട് ആരെങ്കിലും നാവ് കൊണ്ട് പോരാടിയാൽ അവനും വിശ്വാസമുള്ളവനാണ്. ഫമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിനൂൻ, ഇതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് ഹൃദയം കൊണ്ടൊരാളോട് പോരാടിയാൽ, അഥവാ ഹൃദയം കൊണ്ട് അവനെ വെറുക്കുകയും അവന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് കൂട്ടി നിൽക്കാതിരിക്കുകയും ചെയ്താൽ ഫഹുവ മുഅ്മിനുൻ, അവനും വിശ്വാസിയാണ്. വലൈസ വറാ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, ഇതിനപ്പുറത്ത് ഈമാനിൽ നിന്ന് ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യട്ടെ, ഞാനും അവരുടെ കൂടെ കൂടട്ടെ എന്ന് ചിന്തിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളോട് ഉണർത്തിയത്. അവരോട് പരമാവധി സാധിക്കുന്ന രൂപത്തിൽ പോരാടി അത് ഇല്ലായ്മ ചെയ്യാനും ഏറ്റവും ചുരുങ്ങിയത് അവരോട് മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കാനുമാണ് എന്നത് മുഅ്മിനീങ്ങളെ ഉണർത്തുന്നു. ചില ആളുകൾ ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാറുണ്ട്. എന്നാൽ മറ്റു ദിവസങ്ങളിലൊന്നും രാത്രിയിൽ സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകൾ ശഅബാൻ 15-ന്റെ അന്ന് രാത്രി സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഒരു ഏർപ്പാട് ആരംഭിച്ചപ്പോൾ അതുൾപ്പെടെയുള്ള അനാചാരങ്ങളെ എതിർക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമായ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ അബൂ ശാമ റഹിമഹുല്ല ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചത് തെറ്റായ കാര്യങ്ങൾ തുടങ്ങുന്ന ആളുകളെ കുറിച്ചല്ല, മറിച്ച് ഇസ്ലാം നിർദ്ദേശിക്കാത്ത രൂപത്തിൽ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രചിച്ച ഗ്രന്ഥമായ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നാം ഇത് വായിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിസ്കാരം ഉൾപ്പെടെയുള്ള വിശുദ്ധ ദീനുൽ ഇസ്ലാം മൊത്തത്തിൽ സുന്നത്താക്കിയ കാര്യങ്ങളാണെങ്കിൽ പോലും ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കാത്ത സമയത്തും സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ പെടും എന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും മുസ്ലിമീങ്ങൾക്ക് പുറത്തുള്ള ആളുകളെ കുറിച്ചല്ല. കാരണം
മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ സുമ്മ ഇന്നഹ എന്ന് പറയേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ധാരാളം അമുസ്ലിങ്ങളായ ആളുകൾ ലോകത്തുണ്ട്. അത്തരം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആ കാലത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് അല്ല ഈ പരാമർശം എന്നത് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പരാമർശം ആരെ കുറിച്ചാണ്? ഞാനും മുസ്ലിമാണ്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ നബിയുടെ ചര്യയ്ക്ക് വിഭിന്നമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കാത്ത പലതും ചെയ്യുന്ന ആളുകൾ മുസ്ലിം പേരുകളിൽ തന്നെ രംഗപ്രവേശനം നടത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന ഈ കോപ്രായങ്ങളിലൊന്നും ഒരു അത്ഭുതം കാണാനില്ല. കാരണം ഇതെന്തായാലും നടക്കും. മാത്രമല്ല ഫാക്കിഹാനി ഇമാം അവസാനം വായിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം. ബദൽ ഇസ്ലാമു ഗരീബൻ ഫസയഊദു കമാ ബദാ. ഇസ്ലാം തുടങ്ങിയതുപോലെ അവസാനിക്കും. അഥവാ വളരെ കുറഞ്ഞ ആളുകളിലൂടെ മാത്രം തുടങ്ങിയ ഇസ്ലാം അതേ രൂപത്തിൽ വളരെ കുറഞ്ഞ ആളുകളിലൂടെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ കാലാന്തരത്തിൽ പൂർവ്വകാലത്തുള്ള ആളുകൾക്കുണ്ടായിരുന്ന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പിന്നീട് കാലം കഴിയുന്തോറും അനിസ്ലാമികമായ പ്രവണതകൾ അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത വിഷയങ്ങളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് മൊത്തത്തിൽ ജനങ്ങൾ പിന്നോട്ട് പോവുകയും ചെയ്യുമെന്ന ഒരു പൊതു തത്വം നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹു ജീവിച്ച കാലഘട്ടം നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അഥവാ ഹിജറ 654 ജനിച്ച് ഹിജറ 734 ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ മുതൽ 654 വർഷം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. അപ്പൊ ആ കാലത്തിലുള്ളതിനേക്കാളും പിന്നീട് വരുന്ന കാലത്ത് ഇസ്ലാം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല. കാലാന്തരത്തിൽ ഇസ്ലാമിന് അപജയം വന്നുകൊണ്ടിരിക്കും. അത് ഹിജറ 500 തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ കഴിഞ്ഞുപോയ കാലത്ത് തന്നെ ഇസ്ലാമിന് കുറെ ദൗർബല്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിജറ 500 ഇമാം ഗസാലി റഹിമഹുല്ലാ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും വിട്ട് ഹിജറ 654 താജുദ്ദീൻ ഫാക്കിഹാനി റഹിമഹുല്ലാ പറയുന്നത് വിവരമുള്ളവരൊക്കെ ഏതോ കുഴിയിൽ അകപ്പെട്ടു, വിവരമില്ലാത്ത ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പലതും നടപ്പിലാക്കാനും പലതിനും പ്രോത്സാഹനം ചെയ്യാനും തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് മൗലിദാഘോഷ സംബന്ധമായി ബഹുമാനപ്പെട്ടവരുടെ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന ആ സുമ്മയുടെ അർത്ഥം തന്നെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, ശേഷം സഹാബത്തുൽ കിറാമിന്റെ നൂറ്റാണ്ടാണ്, പിന്നീട് താബിഈങ്ങളുടെ നൂറ്റാണ്ടാണ് എന്ന് വിവരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സദസ്സിലുള്ള ആളുകൾ പിന്നെയുള്ള അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമലർത്തിയതായി, അഥവാ പിന്നീടുള്ള കഥ പറയേണ്ടതില്ല എന്ന രൂപത്തിൽ വിവരിച്ചു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കാലാന്തരത്തിൽ ഇസ്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹിജറ 654 ഫാക്കിഹാനി ഇമാമ് ഗൗരവപൂർവ്വം പറഞ്ഞ വിഷയത്തെ 115 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജീവിച്ച ചില പണ്ഡിതന്മാർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതം തോന്നേണ്ടതില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. കാരണം കാലാന്തരത്തിൽ 115 കൊല്ലം എന്ന് പറയുമ്പോൾ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും താജുദ്ദീൻ ഫാക്കിഹാനി ഇമാമും തമ്മിലുള്ള അന്തരത്തിന്റെ 1/5 കൂടി. അപ്പോൾ ആ 1/5 മോശം കൂടി വീണ്ടും ഇസ്ലാമിക ചിട്ടയിൽ ദൗർബല്യം വന്നുകൂടാനുള്ള സാധ്യതയല്ലാതെ നന്നാവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കാലാന്തരത്തിൽ ഇസ്ലാം ശോഷിച്ചുകൊണ്ടിരിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചിട്ടുള്ളതാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം നമുക്ക് എടുത്തു ഉദ്ധരിച്ചു തന്നതുമാണ്. അപ്പോൾ ഈ ഒരു വിഷയം പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. രണ്ടാമതായി
ഈ താജുദ്ദീൻ ഫാക്കിഹാനി റഹിമഹുല്ല മൗലിദാഘോഷം നേരത്തെ വിവരിച്ച പോലെ സ്വന്തം മക്കളെയും ഭാര്യയെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണെങ്കിൽ പോലും ഒരു ആഘോഷം എന്ന നിലക്ക് ആ റബീഉൽ അവ്വൽ 12-ന് ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് സഹാബത്തുൽ കിറാമിന്റെ മാതൃകയില്ല എന്ന വ്യക്തമായ ഒരു കാരണം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാരണത്തിന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു പറയുന്ന മറുപടി എന്ത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിവരിക്കാം. അപ്പോൾ അത് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, സഹാബത്തുൽ കിറാം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, കാരണം സഹാബത്തുൽ കിറാം ചെയ്യാത്തതൊന്നും ദീനല്ലേ എന്നാണ് നമ്മുടെ നാടുകളിലുള്ള ചില സാധുക്കൾ ചോദിക്കുന്നത്. നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ളത്, സഹാബത്തുൽ കിറാമിന്റെ ജീവിതകാലത്ത് അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് അവർ ഒരു കാര്യം ചെയ്യാതെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ല എന്ന് പറയാൻ മുസ്ലിമീങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അന്ന് സാഹചര്യമില്ലാത്തത് കൊണ്ട്, ചിലപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട്, മറ്റു ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അതിനുള്ള വിഭവങ്ങളില്ലാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെ പലപ്പോഴും ചില കാര്യങ്ങൾ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇല്ലാത്ത നിലയ്ക്ക് ഉള്ള വിഭവങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് സഹാബത്തുൽ കിറാം ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ദീനല്ല എന്ന് മനസ്സിലാക്കാൻ അല്പ ബുദ്ധിയെങ്കിലും ഉണ്ടായാൽ മതി. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ദീന് പഠിപ്പിച്ച ഈ സഹാബത്തുൽ കിറാം പരിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലോ സ്ഥിരപ്പെട്ട അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു നന്മ സഹാബത്തുൽ കിറാമിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സഹാബത്തുൽ കിറാമിനെയും അവരെ പഠിപ്പിച്ചെടുത്ത ഗുരുനാഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അപഹസിക്കുന്നതിനും പരിഹസിക്കുന്നതിനും സമാനമാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹാബത്തുൽ കിറാം ചെയ്യാത്ത കാരണം കൊണ്ട് ലം യുൻഖൽ ഫീഹി ശൈഉൻ ലം യരിദ് ഫീഹി ശൈഉൻ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെയും ഇമാം നബവി റഹിമഹുല്ലാഹുവിന്റെയും തുടങ്ങിയ മഹാന്മാരായ ധാരാളം ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പലതിനും തെളിവായി പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്നതിന് തെളിവായി ഉദ്ധരിക്കാറുള്ളത് ലം യുൻഖൽ ഫീഹി ശൈഉൻ, അതിൽ ഒന്നും സഹാബത്തുൽ കിറാമിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ലം യരിദ് ഫീഹി ശൈഉൻ, ഇത് സംബന്ധമായി ഒരു നിർദ്ദേശവും വന്നത് കാണാനില്ല. അപ്പോൾ നിർദ്ദേശം വന്നിട്ടില്ലെങ്കിൽ പിന്നീട് അത് ദീനല്ല. നമ്മൾ ഇന്നലെ വായിച്ച പരിശുദ്ധ ഖുർആനിലെ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിന്നിട്ടുണ്ടെങ്കിലും പിന്നീട് നിൽക്കേണ്ടതില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ പരാമർശിക്കപ്പെടുന്ന സമയത്ത് നിൽക്കുക എന്ന പതിവ് ചില ആൾക്കാർ നടത്താറുണ്ട്. അതും ബിദ്അത്താണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതിനും തെളിവായി ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ ഉദ്ധരിച്ചത് അങ്ങനെ ഒരു പ്രവൃത്തി സഹാബത്തുൽ കിറാം ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നൊന്നും വന്നത് കാണുന്നില്ല എന്നതാണ്. അപ്പോൾ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു തെളിവാണ്. ലം യരിദ് ഫീഹി ശൈഉൻ അല്ലെങ്കിൽ ലം യുൻഖൽ ഫീഹി ശൈഉൻ എന്നത്. ഇത് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ചില പേനയുന്തികളും മറ്റാർക്കൊക്കെയോ വേണ്ടി സ്വന്തം തലച്ചോറ് പണയം വെച്ച, അല്ലെങ്കിൽ തലക്കുള്ളിൽ ഒന്നുമില്ലാത്ത, എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല, അത്തരം ഇന്ന് പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ ചിന്താശേഷി കുറഞ്ഞ മുതഅല്ലിമീങ്ങളെയും ഒക്കെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. സഹാബത്തുൽ കിറാം ചെയ്തു എന്നത് നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ്. കാരണം ഇത്ര വലിയ ഒരു മഹത്വമുള്ള ഒരു കാര്യം സഹാബത്തുൽ കിറാം ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മഹത്വമില്ല എന്ന് മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി പോലും അവർക്ക് ഇല്ലാതെ പോയി. അള്ളാഹു ഹിദായത്ത് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള കുറെ വിഷയങ്ങൾ ഈ ഫഖിഹാനി ഇമാമിന്റെ മറുപടിയായി ഇമാം സുയൂത്തി എഴുതിയ മറുപടികൾ വായിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്.